ആത്മകഥാ വിവാദത്തിൽ ഇ.പി. ജയരാജന്റെ മൊഴി ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തുകയാണ്. കണ്ണൂർ കീച്ചേരിയിലെ ജയരാജന്റെ വീട്ടിൽ വെച്ചാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. പുസ്തക വിവാദത്തിൽ വിശദമായ അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് മൊഴിയെടുപ്പ്. അർജുൻ കല്യാട് വിവരങ്ങളുമായുണ്ട്. അർജുൻ, ഇപ്പോൾ പ്രാഥമിക അന്വേഷണമാണ് ഈ കേസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഇ.പിയുടെ മൊഴിയെടുക്കുന്നു. എത്ര നേരമായി മൊഴിയെടുക്കുന്നു? ആരാണ് മൊഴിയെടുക്കുന്നത്? എന്തൊക്കെ വിവരങ്ങൾ അറിയാനാകുന്നു? സ്മൃതി, അതായത് ഇ.പി. ജയരാജൻ ഈ ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് DGPക്ക് നൽകിയ പരാതി അത് കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് അന്വേഷണത്തിൻ്റെ ഭാഗമായി കൈമാറുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോട്ടയത്തു നിന്നുള്ള ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ജയരാജൻ്റെ വീട്ടിലേക്ക് എത്തുകയും ഇത് സംബന്ധിച്ചിട്ടുള്ള മൊഴി വിശദമായ രീതിയിൽ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. DC ബുക്സുമായി ഏതെങ്കിലും തരത്തിലുള്ള കരാറുകൾ ഈ പുസ്തക പ്രകാശനവുമായി ഉണ്ടായിരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായി ചോദിച്ചറിയുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഇതിൻ്റെ ഭാഗമായി ഈ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇവിടത്തേക്ക് എത്തിയത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പക്ഷേ ഈ അന്വേഷണ സംഘത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള കേസെടുക്കാതെയുള്ള അന്വേഷണമാണ് ഈ ആത്മകഥാ വിവാദത്തിൽ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണ സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ, ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഏകദേശം 1 മണിക്കൂറിനോടടുത്ത് സമയമാണ് ഇപ്പോൾ ഇ.പി. ജയരാജൻ്റെ വീട്ടിലേക്ക് ഈ പോലീസ് സംഘം എത്തിയിട്ട് മൊഴിയെടുക്കാൻ തുടങ്ങിയിട്ടും അത്ര തന്നെ സമയമായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് ഇ.പി. ജയരാജൻ കാസർഗോഡ് ഒരു സമ്മേളനത്തിൽ, ഏരിയ സമ്മേളനത്തിൻ്റെ പൊതു സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. അവിടെ നിന്ന് മടങ്ങിയെത്തിയതിനു ശേഷമാണ് ഈ അന്വേഷണ സംഘവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അങ്ങനെ അന്വേഷണ സംഘം വീട്ടിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ രീതിയിലുള്ള ഒരു മൊഴിയെടുപ്പ് തന്നെയാണ് നടക്കുന്നത്. ഏത് രീതിയിലാണ് ഇതിനകത്ത് ശക്തമായ ഒരു മൊഴി ഇ.പിയിൽ നിന്നുണ്ടാകുമെന്നുള്ള സൂചനകളുണ്ടോ? അതായത് സ്മൃതി, ഈ പരാതി നൽകിയതിൽ ഉൾപ്പെടെ DGPക്ക് നൽകിയ പരാതിയിൽ ഉൾപ്പെടെ DC ബുക്സിൻ്റെ പേര് എവിടെയും പരാമർശിക്കപ്പെട്ടിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിൽ നമുക്ക് ചില സൂചനകൾ ലഭ്യമാകുന്നതനുസരിച്ച് ഇ.പി. ചില കാര്യങ്ങൾ, ഒരു വാക്കാലുള്ള ധാരണ ഈ DC ബുക്സുമൊക്കെയായി ഉണ്ടായിരുന്നു എന്നുള്ള ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അത്തരം രേഖാമൂലമുള്ള കരാർ ഇല്ല എങ്കിൽ കൂടിയും ഈ വാക്കാലുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിലാണോ DC ബുക്സ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്, ഈ പുസ്തക പ്രസാധനത്തിലേക്ക് ഉൾപ്പെടെ കടന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ലെങ്കിൽ കൂടി ആ കാര്യങ്ങളിൽ ഉൾപ്പെടെ ഒരു വിശദമായ മൊഴി രേഖപ്പെടുത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം 1 മണിക്കൂർ സമയമായി ഇപ്പോൾ ഇ.പി. ജയരാജൻ മൊഴിയെടുക്കുകയാണ്. ശരി, ഇടവേളയിലേക്ക് പോകുന്നുണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ ഇപ്പോൾ ഇ.പി. ജയരാജനെ മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഇ.പി. ജയരാജന്റെ ആത്മകഥ ഒരു PDF ആത്മകഥയായി മാറുകയാണ് ഒരു സാഹചര്യമാണ്. കാരണം ഇനിയിപ്പം DCക്ക് അത് ഇറക്കാനും പറ്റില്ല, DC ഞാൻ ഏൽപ്പിച്ചു എന്ന് പറയാനും പറ്റില്ല, കരാർ ഒപ്പിട്ടിട്ടില്ല, പക്ഷേ വാക്കാൽ കരാർ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതാണ് ഇതിലിട്ടിരിക്കുന്ന ഒരു കുഴപ്പം. ഒരു അന്തിമ കരാറിലേക്ക് പോയിട്ടില്ല. ഇല്ല, സാധാരണഗതിയിൽ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പുസ്തകം എഴുതിയാൽ അത് പബ്ലിഷർക്ക് അയച്ചു കൊടുക്കും. പബ്ലിഷർ അത് നോക്കും. അത് നോക്കിയതിന് ശേഷം പിന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുണ്ടെങ്കിൽ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരുത്തും. അപ്പോൾ ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടക്കുന്നുണ്ട്. അത് ഒപ്പിട്ടിട്ടില്ല എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. എന്ന് മാത്രമല്ല, ഇപ്പം സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ PDF കിട്ടാത്ത ഒരാളും ഇല്ല. PDF ആത്മകഥയായി ഇനിയിപ്പോ നിവൃത്തിയില്ല. ഗുണമില്ല. ഇ.പിയുടെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു അല്ലേ ആത്മകഥയുമായി ബന്ധപ്പെട്ട. ഇത് PDF കിട്ടാത്ത ധാരാളം മലയാളികളുണ്ട്. അവർക്ക് വായിക്കുകയൊക്കെ ചെയ്യും. മാത്രമല്ല, പക്ഷേ ഇനി പുസ്തക രൂപത്തിൽ വരണ്ടേ, DC തന്നെ ഇറക്കണ്ടേ, അതാണ്. ഇനി അല്ലെങ്കിൽ മാത്രമല്ല, ഈ 178 പേജാണല്ലോ നമുക്ക് അന്ന് കിട്ടിയത്. ആ 178 പേജിന് ശേഷവും ഉണ്ട്. നമുക്ക് 178 പേജ് വരെ കിട്ടിയിട്ടുണ്ട്. 200 പേജായി എന്നല്ലേ പറഞ്ഞല്ലേ? അന്ന് നമുക്ക് കൈ കിട്ടിയത് 178 പേജാണ്. അല്ല, 178 പേജിലെ കണ്ടന്റ് ഉള്ളൂ. 2 പേജ് താഴത്തേക്ക് കിടക്കുന്നതാണ്. പക്ഷേ ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് വിധിക്ക് ശേഷമുള്ള കാര്യങ്ങൾ കൂടി ഇനി എഴുതി ചേർക്കാൻ സമയമുണ്ട്. അതെ. അപ്പോൾ അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള